ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭയിൽ ഇന്ന് കണ്ടത് അത്യന്തം നാടകീയ രംഗങ്ങൾ. നന്ദിപ്രമേയ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചു. ഒന്നിലധികം തവണ രാഹുലിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി തന്നെ എഴുന്നേറ്റു. ഹിന്ദുക്കൾ എന്ന പേരിൽ ചിലർ അക്രമം നടത്തുമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിൽ ഇടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. അതിനിടയിൽ പലതവണ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോര് സഭയിലുണ്ടായി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പ്രതിപക്ഷ നേതാവിന് സഭയിൽ മറുപടി നൽകി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കരുതിക്കൂട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയും ഖുറാൻ ഉദ്ധരിച്ചും രാഹുൽ ബിജെപിയെ കടന്നാക്രമിച്ചു. തൃശൂലം ഹിംസയുടെ ചിഹ്നമല്ലെന്ന് പറഞ്ഞ രാഹുൽ ഹിന്ദുക്കളുടെ പേരിൽ ചിലർ അക്രമം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി. ഹിന്ദു അക്രമകാരിയല്ല, വെറുപ്പ് പ്രചരിപ്പിക്കില്ലെന്നും രാഹുൽ. शिवजी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए. ബിജെപി അംഗങ്ങൾ ബഹളം വെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടു. ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിക്കുന്നതിൽ വിഷമമെന്ന് മോദി. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. इस देश में शायद इनको मालूम नहीं है, करोड़ों लोग अपने आप को गर्व से हिंदू कहते हैं. क्या वो सभी लोग हिंसा की बात करते हैं, हिंसा करते हैं? हिंसा की भावना को किसी धर्म के साथ जोड़ना और ये सदन में और संवैधानिक पद पर बैठे हुए व्यक्ति ने, मैं मानता हूं मान्यवर, उन्होंने इसकी माफी मांगनी चाहिए. പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. सदस्यगण, आप वरिष्ठ नेता हैं, सदन के नेता होते माननीय प्रधानमंत्री जी, और हम सबको माननीय प्रधानमंत्री जी का सम्मान करना चाहिए. ये सदन में हमेशा उच्च कोटि की परंपरा मर्यादा रही है. ബിജെപി എന്നാൽ ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടർന്നു. മണിപ്പൂർ, നീറ്റ് വിവാദം, കർഷക സമരം തുടങ്ങി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പരാമർശം. അഗ്നിവീർ പദ്ധതി എന്നാൽ ഉപയോഗിച്ച ശേഷം ഒഴിവാക്കുക എന്ന സമീപനമെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. രാഹുൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. വീണ്ടും ലോക്സഭയിലേക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ആക്കുന്നതിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. താൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുകയാണെന്നും ആരാണ് മൈക്ക് കൈകാര്യം ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ചെയറിന്റെ നിർദ്ദേശപ്രകാരമാണ് മൈക്കിന്റെ നിയന്ത്രണമെന്നും തന്റെ കയ്യിൽ സ്വിച്ച് ഇല്ലെന്നും സ്പീക്കർ ഓം ബിർള പ്രതികരിച്ചു. മൈക്കാണ് പാർലമെന്റിൽ താരം. ഭരണ പ്രതിപക്ഷ നിരകൾ പല വിഷയങ്ങളിലും കൊമ്പുകോർക്കുമ്പോൾ കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ മൈക്ക് കൂടിയേ തീരൂ. രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറയുമ്പോൾ മൈക്ക് ഓഫ് ആവുന്നെന്ന പരാതി പ്രതിപക്ഷത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പരാതിയുണ്ടായിരുന്നു. ആരോപണം സ്പീക്കർ ഓം ബിർള നിഷേധിച്ചു. രണ്ടാം ദിവസവും മൈക്ക് ഓഫായതിൽ രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു. सर, मेरा सवाल है सर, इस माइक का कंट्रोलर किसके हाथ में? मेरे भाषण के बीच में सच्चाई है कि माइक ऑफ हो जाता है. मैं क्या करूं, हो जाता है वो. अब आपने देखा मैंने अयोध्या शब्द यूज किया और माइक ऑफ हो गया. नो. ആരോപണം വീണ്ടും സ്പീക്കർ നിഷേധിച്ചു. പ്രസംഗിക്കാൻ ഒരംഗത്തെ ചെയർ ക്ഷണിച്ചാൽ മൈക്ക് നൽകും. എന്നാൽ മൈക്ക് നിയന്ത്രിക്കാൻ സ്വിച്ചോ റിമോട്ട് കൺട്രോളോ തന്റെ പക്കലില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. बोलने के लिए खड़े, आपका माइक कभी बंद नहीं हुआ, कभी बंद नहीं हुआ. आप अगर आसन में जो भी विराज रहे हैं
वो अगर आपका नाम नहीं पुकारते तब माइक चालू नहीं होता। ये व्यवस्था हमेशा इस सदन की रही है, पुराने में भी और नए में भी। कभी आसन पे व्यक्ति पर माइक का कंट्रोल नहीं होता। സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്ന പാനലിൽ അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം ഉന്നയിച്ചതിലും ഓം ബിർള അതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭയിലും മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്ന പരാതി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഭരണപക്ഷത്തെ കരുത്തർ തന്നെ ഇടപെട്ടിട്ടും തെല്ലും പതറാതെയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇന്ന് കത്തിക്കയറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങളും പരിഹാസവും രാഹുലിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അംഗബലത്തിനൊപ്പം ആത്മവിശ്വാസവും കൂടിയ പ്രതിപക്ഷം ലോക്സഭയിൽ ഇന്ന് കരുത്തുകാട്ടി. ഭരണപക്ഷം ഒച്ചവെക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെയല്ല ഇന്ന് ലോക്സഭയിൽ കണ്ടത്. തുടക്കം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകോപിപ്പിക്കുന്നതായിരുന്നു പ്രസംഗം. അയോധ്യയിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ NDA സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ അവധേഷ് പ്രസാദിന് കൈകൊടുത്തു. അയോധ്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി സർവേ നടത്തിയെങ്കിലും തോൽവി ഭയന്ന് പിന്മാറിയെന്ന ആരോപണം. 3 बार नरेंद्र मोदी ने टेस्ट किया, 2 बार क्या मैं अयोध्या से लड़ जाऊं, और सर्वेयर्स ने कहा अयोध्या में मत लड़ जाना, अयोध्या में मत लड़ जाना, अयोध्या की जनता हरा देगी। और इसीलिए प्रधानमंत्री वाराणसी गए और वहां बच के निकले. ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്നും തന്നെ ദൈവം നിയോഗിച്ചതാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ പരിഹസിച്ചു. ഒരു ദിവസം രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രിക്ക് ഭഗവാന്റെ സന്ദേശം വന്നു. നോട്ട് നിരോധിച്ചു. ചിലപ്പോൾ അദാനിയിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സന്ദേശം ലഭിക്കാറുണ്ടെന്ന് രാഹുൽ. भगवान का मैसेज आया होगा, मोदी जी नोटबंदी कर दीजिए. नोटबंदी कर दिया, डायरेक्ट ऊपर से आया मैसेज, ऑर्डर आया खटाक. और अलग अलग ऑर्डर आते हैं. अदानी जी वाला ऑर्डर आता है, बंबई एयरपोर्ट अदानी जी का ऊपर से ऑर्डर आता है, खटाक खटाखट 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 ऑर्डर आते हैं. പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ സ്പീക്കർ ഓം ബിർളയെയും രാഹുൽ വെറുതെ വിട്ടില്ല. തനിക്ക് നിവർന്നു നിന്ന് ഹസ്തദാനം നൽകിയ സ്പീക്കർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കുമ്പിടുന്നത് കണ്ടെന്ന് പരിഹാസം. പാർലമെന്റ് ചട്ടങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് സ്പീക്കർ. പുസ്തകത്തിലെ മറ്റു ചില ചട്ടങ്ങൾ സ്പീക്കറെ വായിച്ച് കേൾപ്പിച്ച ഹൈബീഡനടക്കമുള്ളവരുടെ മറുപടി. Sir, 3492. While house in sitting, a member shall not interrupt any member while speaking by disorderly expression or noises or any other disorderly manner. നരേന്ദ്രമോദി 2 തവണയും അമിത്ഷാ 5 തവണയും രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവർ 5 തവണയും രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടു. കിരൺ റിജിജു, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയവരും രാഹുലിനെ നേരിടാനുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു പ്രധാന വിഷയത്തിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു. ചോദ്യപേപ്പർ കച്ചവട ചരക്കാക്കിയെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചു. കലാലയങ്ങളെ RSS പിടിയിലാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം വിഷയം പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാർലമെന്റിൽ ഇരുസഭകളും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച ആവശ്യപ്പെട്ടു. പിന്നാലെ പ്രതിഷേധം. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശമാണ് പാർലമെന്റ് നൽകേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. നീറ്റ് പരീക്ഷ പാസ്സായാലും പണമില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാനാകില്ലെന്നും വിമർശനം. नीट में एक स्टूडेंट टॉपर हो सकता है, एक्सीलेंट स्टूडेंट हो सकता है, मगर अगर उसके पास पैसा नहीं है मेडिकल कॉलेज में नहीं जा सकता. सिंपल सी बात. രാജ്യസഭയിൽ വിഷയമുയർത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. എല്ലാ ബിരുദങ്ങളും സംശയത്തിന്റെ നിഴലിലെന്ന വിമർശനം. प्रधानमंत्री जी ने ढेरों चुनावी सभाओं में कहा कि पिछले 10 साल तो बस ट्रेलर था, अभी असली पिक्चर बाकी है. अभी प्रधानमंत्री जी की पिक्चर कैसी होने वाली है इसका पिछले 1 महीने से अंदाजा लगा है. RSSനെ ചൊല്ലിയുള്ള വിഷയത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും ഏറ്റുമുട്ടി.
നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റ് വിഷയം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നിലപാട് അറിയിച്ചു. വരുന്ന ദിവസങ്ങളിലും നീറ്റ് വിഷയത്തിൽ പിടിമുറുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 1563 വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ ഫലം പുറത്തുവന്നു. 813 വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷ എഴുതിയത്. 24 ഡൽഹി. ഡൽഹിയിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്ത് വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണ ഒരു മരണം. വെള്ളാർ സ്വദേശി സിമിയാണ് മരിച്ചത്. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. നടുക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീണാണ് അപകടമുണ്ടായത്. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 3 പേരായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. കോവളം വെള്ളാർ സ്വദേശിനികളായ സിനിയുടെ മകൾ ശിവന്യ എന്നിവരായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. മേൽപ്പാലത്തിൻ്റെ ഭിത്തിയിലിടിച്ച് 3 പേരും താഴേക്ക് തെറിച്ചു വീണു. വാഹനം മുകളിൽ തന്നെ മറിഞ്ഞുകിടന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 35-കാരിയായ സിമി മരിച്ചു. മറ്റു 2 പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അമിത വേഗതയാണോ അപകട കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നു. 24 തിരുവനന്തപുരം. മുംബൈയിൽ ഇന്നലെ ഉണ്ടായ ഒരു അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ബുഷി ഡാമിന് സമീപം ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 4 കാണാതായ 4 വയസ്സുകാരന് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. വെള്ളത്തിലിറങ്ങും മുമ്പ് അഴിച്ചുവെച്ച കുഞ്ഞു ചെരുപ്പുകൾ ഇപ്പോഴും ദുരന്ത മേഖലയിൽ നോവായി കിടപ്പുണ്ട്. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ ആരൊക്കെയോ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച മരക്കൊമ്പുകളും കാണാം. മരണത്തെ മുഖാമുഖം കണ്ട് അലറിക്കരഞ്ഞ കുടുംബത്തിന്റെ ദാരുണ ദൃശ്യങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കൺമുന്നിൽ മിന്നിമാറും. വെള്ളത്തിൽ ഒലിച്ചുപോയതിൽ 5 പേരെയാണ് കാണാതായത്. ബാക്കിയുള്ളവർ കരയ്ക്ക് കയറി. 5-ൽ 3 മൃതദേഹങ്ങൾ ഇന്നലെ കിട്ടി. 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 9 വയസ്സുകാരിയെയും കണ്ടെത്തി. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുമാണ് തെരച്ചിൽ നടത്തുന്നത്. വൻ ദുരന്തങ്ങളിലൊന്ന് നടന്ന മേഖലയാണെങ്കിലും ഇന്നും പ്രദേശത്ത് 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇത്രയും പേർ എത്തുമ്പോൾ അതിനാവശ്യമായ സുരക്ഷാ ബോർഡുകളോ ഉദ്യോഗസ്ഥരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലില്ല. ഡാമിലേക്ക് വെള്ളമെത്തുന്ന വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിച്ച 17-അംഗ സംഘമാണ് ഇന്നലെ അപകടത്തിലേക്ക് നടന്നു നീങ്ങിയതും. ബുഷി ഡാമിൽ ആദ്യമായല്ല മനുഷ്യജീവൻ പൊലിയുന്നത്. സമാനമായ അപകടങ്ങൾ ഇതിനു മുൻപും പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ മാപ്പർഹിക്കാത്ത കനത്ത അനാസ്ഥയുണ്ടാകുന്നുണ്ടെന്ന് വ്യക്തമാണ്. ലോണാവാലയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മഹാരാഷ്ട്രയിൽ തന്നെ സമാനമായ മറ്റൊരു അപകടം കൂടി ഉണ്ടായി. പൂനെയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് സാഹസികമായി ചാടിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. താമിനിഘട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ വിമുക്ത ഭടൻ സ്വപ്നിൽ ധവാഡയാണ് മരിച്ചത്. ശനിയാഴ്ച 30-അംഗ ട്രക്കിംഗ് സംഘത്തിനൊപ്പമാണ് സ്വപ്നിൽ താമിനിഘട്ടിൽ എത്തിയത്. സംഘത്തിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ സ്വപ്നിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു. മഴ ശക്തമായതിനാൽ ട്രക്കിങ്ങിന് വനം വകുപ്പ് വിലക്കേർപ്പെടുത്തിയിരുന്നു. കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. എതിരെ വാഹനത്തിൽ വന്ന യുവാക്കൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനത്തെ മറികടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. രാജ്യത്ത് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. കേരളത്തിൽ കൊണ്ടോട്ടിയിലാണ് ആദ്യ കേസ്. പുതിയ നിയമങ്ങൾ പരാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അർദ്ധരാത്രി 12 മണിക്കാണ് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ പ്രാബല്യത്തിലായത്. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷി നിയമം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രാത്രി 12:10 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ രജിസ്റ്റർ ചെയ്തു. മോട്ടോർ സൈക്കിൾ മോഷണവുമായി ബന്ധപ്പെട്ടാണ് കേസ്. കേരളത്തിൽ BNS അനുസരിച്ച് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം കൊണ്ടോട്ടിയിൽ.
അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിച്ചയാൾക്കെതിരെ BNS 173 വകുപ്പ് പ്രകാരം കേസെടുത്തത് രാത്രി 12:20. ഇന്നലെ രാത്രി 12 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പഴയ നിയമങ്ങളനുസരിച്ച് തന്നെയാകും തുടർ നടപടികൾ. പുതിയ നിയമങ്ങൾ പോലീസുകാരുടെ മാത്രമല്ല, പരാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രതിപക്ഷം നിയമങ്ങൾക്ക് രാഷ്ട്രീയ നിറം നൽകുന്നുവെന്ന് വിമർശനവും ഉന്നയിച്ചു. अपने राज्य की सुरक्षा के लिए अंग्रेजों ने बनाया हुआ कानून था. राजद्रोह को हमने जड़ से समाप्त कर दिया है और देश विरोधी हरकतों के लिए नई धारा लेकर आए हैं. പുതിയ നിയമങ്ങൾ രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുമെന്നാണ് പ്രതിപക്ഷ വിമർശനം. നിയമങ്ങൾ പാർലമെന്റിൽ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവും ചണ്ഡീഗഡ് MP-യുമായ മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ഇന്നത്തെ നിയമസഭാ നടപടികളുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. പോലീസ് സേനയിലെ ആത്മഹത്യാ പ്രവണത നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. പോലീസുകാരുടേത് നരക ജീവിതമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആത്മഹത്യ കൂടാൻ കാരണം ജോലിഭാരം മാത്രമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. വിഷയം സർക്കാർ ലഘൂകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അമിത ജോലിഭാരം, മാനസിക സമ്മർദ്ദം, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയൊക്കെ പോലീസുകാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്ന് പ്രതിപക്ഷം. പോലീസുകാർക്ക് മാനസിക സമ്മർദ്ദവും ജോലിഭാരവും ഉണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സമ്മതിക്കുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനുകളിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്ന് വിശദീകരണം. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു പോകാൻ പറ്റുമെന്നത് ഗവൺമെന്റ് കാര്യമായി നോക്കുന്നതാണ്. പോലീസ് സേനയിലെ രാഷ്ട്രീയ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്? SP നിയന്ത്രിക്കുന്നത് ആര്? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആര്? ഏരിയ കമ്മിറ്റികളല്ലേ? അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിലെ ക്ലാസ് റൂമിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. നഴ്സറി ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും കുട്ടികളുടെ കളിക്കോപ്പുകളും അടക്കം കത്തിനശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെ ക്ലാസ്സിലേക്ക് അധ്യാപിക എത്തിയപ്പോഴാണ് ബെഞ്ചും പാഠപുസ്തകങ്ങളും കളിക്കോപ്പുകളും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ടീച്ചേഴ്സ് ക്ലാസ് തുറക്കാൻ വരുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പുസ്തകങ്ങൾ വാരി വലിച്ചിട്ടിട്ട് മുഴുവൻ തീ കത്തിച്ച നിലയിലാണ് കണ്ടത്. ഇന്ന് രാവിലെ തുറക്കുമ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. സമാനമായ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറിയുടെ ഗ്രിൽസ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിന്റെ മതിൽ ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസും നിരവധി വീടുകളും സമീപത്തുണ്ടെങ്കിലും ഗ്രൗണ്ടിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ക്ലാസ് റൂമുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. CCTV ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സുരക്ഷിത താവളം കൂടിയാണ് ഇവിടം. മുമ്പുണ്ടായിരുന്നു താഴത്ത് നമ്മളെ UP സ്കൂളിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. പല പ്രാവശ്യങ്ങളും ഫാനും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടേ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീയിട്ട് നശിപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. CCTV വേണം, സ്ഥാപിക്കണം. ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികൾ പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും ഞങ്ങൾ ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിക്രമം ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ജൂലൈയിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. മഴ ശക്തമാകുന്നതിനിടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനവും രൂക്ഷമാവുകയാണ്. ദിവസേന പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം 10,000 കടന്നു. 6 മാസത്തിനിടെ 27 പേർ മഞ്ചംപിത്തം ബാധിച്ചു മരിച്ചു. മലപ്പുറത്ത് 4 കുട്ടികൾക്ക് ഷിഗല്ല കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. കഴിഞ്ഞ 5 ദിവസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം 6,000 പേരാണ് സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ നേടിയത്.
ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് എന്നിവയാണ് പരക്കെയുള്ള പനിക്ക് കാരണം. ജൂണിൽ മാത്രം പനി ബാധിച്ചവർ 2.5 ലക്ഷത്തിലധികം. 7 പേർ മരിച്ചു. 2013 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 3 പേർ മരിച്ചു. ഈ മാസം മാത്രം 690 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 6 മാസത്തിനിടെ 27 പേർക്ക് ജീവൻ നഷ്ടമായി. രോഗം ബാധിക്കുന്നവരിലേറെയും യുവാക്കൾ. എലിപ്പനി, H1N1, മന്ത് തുടങ്ങിയവയും പടരുകയാണ്. വടക്കൻ കേരളത്തിലാണ് സ്ഥിതി രൂക്ഷം. മലപ്പുറം ജില്ലയിലെ 4 സ്കൂൾ കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. ഹോസ്പിറ്റലൈസ് ചെയ്ത 4 കുട്ടികളുടെ സാമ്പിളിൽ നമുക്ക് ഷിഗല്ല പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വന്നത്, ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണോ വെള്ളത്തിൽ നിന്നാണോ എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അത് നിങ്ങൾക്കറിയാം, ഷിഗല്ല കുട്ടികൾ വന്നാൽ ചിലപ്പോൾ ഗുരുതരമാകാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമ്മുടെ ഫലപ്രദമായ ഇടപെടലോടുകൂടി നമുക്കത് തടയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആശുപത്രി സന്ദർശകർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും രോഗികളല്ലാത്തവർ പരമാവധി സന്ദർശനം ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണ് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം. ഏറെ ചർച്ചയായ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ ഗുരുതര വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പ്രവേശന വിലക്ക് ഉണ്ടെന്നാണ് കുറ്റപ്പെടുത്തൽ. പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ ശത്രുപക്ഷത്താക്കിയെന്നും അംഗങ്ങളിൽ ചിലർ അഭിപ്രായപ്പെട്ടു. മേയർക്ക് അന്ത്യശാസനം നൽകാനും ജില്ലാ നേതൃയോഗത്തിൽ ധാരണയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിലേക്ക് നയിച്ച സകല കാര്യങ്ങളെയും CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇഴകീറി വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല. സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശന വിലക്ക്. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നും ചോദ്യമുയർന്നു. മാധ്യമങ്ങളെ എതിരാക്കിയതിലും വിമർശനമുണ്ടായി. എല്ലാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പാർട്ടി വിരുദ്ധരല്ല. പക്ഷേ നേതൃത്വം ഏകപക്ഷീയമായി മാധ്യമങ്ങളെ എതിരാക്കി. മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കണമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മേയറെ മാറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയും ഉയർന്നു. തെറ്റുതിരുത്താൻ മേയർക്ക് ഒരവസരം കൂടി നൽകും. ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടാണ് മേയറെ സംരക്ഷിക്കുന്നതെന്ന വിമർശനവും പാർട്ടിയിലുണ്ട്. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലി സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദവുമുണ്ടായി. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നാരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള തർക്കത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടിയും സ്ഥിരീകരിക്കുകയാണ് CPIM. പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിക്കുന്നു. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിലൂടെ പാർട്ടി അറിയിക്കുന്നുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ പലതവണ മാധ്യമപ്രവർത്തകർ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഔദ്യോഗികമായി ഒന്നും അറിഞ്ഞിട്ടില്ല, മാധ്യമ വാർത്തകളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ED പാർട്ടി ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടുണ്ടെന്ന് വേണം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെയും ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. അന്നേരവും ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇതുവരെയും ഔദ്യോഗികമായി ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംബന്ധിച്ച് ബാങ്കിന് വിവരം കിട്ടിയതായി ഈ CPIM നേതാക്കൾക്ക് ഒരു വിവരം ലഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ടൊരു വിവരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു നേതൃത്വം വിശദീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരം CPIM പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇത് സ്ഥിരീകരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ 4.66 സെന്റ് സ്ഥലം ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലം കണ്ടുകെട്ടി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2 സ്ഥിര നിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ ചില ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു എന്ന് പറയുന്നു. അതിൽ ഈ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഈ അക്കൗണ്ടുകൾ ഏതൊക്കെയെന്ന് കൃത്യമായി വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ കേന്ദ്ര BJP ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നും അതിനാൽ ഇതിനെ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിന്റെ ഭാഗമായിക്കൊണ്ട്
CPM വിശദീകരിക്കുന്നത്. ക്രമക്കേട് നടത്തിയവരെ മാപ്പുസാക്ഷികളാക്കി നിർമ്മിത മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി CPM വിരുദ്ധ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൊടകര കുഴൽപ്പണ വിഷയം ഉയർത്തിക്കൊണ്ടൊരു പ്രതിരോധം തീർക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൊടകര കുഴൽപ്പണവും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കള്ളനോട്ടടിയും സംബന്ധിച്ച് സംസ്ഥാന പോലീസ് തന്നെ ഈ കേന്ദ്ര ഏജൻസികളോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുകയാണ്. BJP നേതാക്കന്മാർ പ്രതികളായി എത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുന്നത് എന്നൊരു വിമർശനം ഉയർത്തുന്നത്. അത് കൃത്യമായി ഈ കരുവന്നൂർ വിഷയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ കുഴൽപ്പണ വിഷയം കൂടി CPM പ്രതിരോധ ആയുധമാക്കാനുള്ള ഒരു നീക്കമാണ്. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സജീവമാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് CPM നടത്തുകയും ചെയ്യും. വിജയകുമാർ. 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയ കാര്യവും 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടുകളും മരവിപ്പിച്ച കാര്യവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഈ വിഷയത്തിൽ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ CPM-നെ ED വേട്ടയാടുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ഓഫീസുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. ഓഫീസുകൾ കണ്ടുകെട്ടാൻ ആർക്കും കഴിയില്ല. ED നടപടിയെ നിയമപരമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എത്രയോ വർഷക്കാലമായിട്ടൊരു അക്കൗണ്ടാണ്, കൃത്യമായ ഗവൺമെന്റിന് കണക്ക് കൊടുത്തതാണ്, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിൽ വ്യക്തമാക്കിയതാണ്. ഒറ്റ പാൻ കാർഡിലാണ് ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടും. ആ അക്കൗണ്ടിന്റെ പാൻ നമ്പറിൽ ഒരു അക്ഷരം മാറ്റിയിട്ടാണ് അവർ ഈ കളി മുഴുവൻ കളിച്ചത്. ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ബാങ്ക് പറഞ്ഞു. ആ തെറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്പർ ഇങ്ങനെ വ്യത്യാസം വന്നത് എന്ന് കൊള്ളാൻ ED ചെയ്യാറില്ല, IT ചെയ്യാറില്ല. അത് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ്. നല്ല നിയമയുദ്ധം തന്നെ നടത്തേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി വരുന്നുണ്ട്. വിദേശത്ത് സ്വത്തുക്കളുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി P ജയരാജന്റെ മകൻ ജെയിൻ രാജ്. ആരോപണം വസ്തുതാവിരുദ്ധമാണ്. ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ എഴുതി നൽകാമെന്നും ജെയിൻ രാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. സജോ, ഈ മനു തോമസിന്റെ ചില വെളിപ്പെടുത്തലുകളുടെ ചില ആരോപണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനാണിപ്പോൾ ജെയിൻ രാജ് മറുപടി നൽകുന്നത്. മനു തോമസിനും കൂടി ബാധകമാകുന്ന മട്ടിലുള്ള ഒരു വിശദീകരണം എന്ന നിലയിലായിരിക്കും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള മറുപടി എന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെ വിലയിരുത്തണം. അതായത് മനു തോമസ് ആണ് ആദ്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും അല്ലാതെ വെളിപ്പെടുത്തലായി പറഞ്ഞ ഘട്ടത്തിലും P ജയരാജനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ചത്. അതിൽ P ജയരാജന്റെ മകനെതിരെ വിദേശത്ത് ബിസിനസ് സംരംഭങ്ങൾ എന്ന പരാമർശം മനു തോമസിന്റെ ഭാഗത്തു നിന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും സമാനമായ രീതിയിൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത്. അതിനാണ് ഇപ്പോൾ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് സമൂഹ മാധ്യമത്തിലൂടെ വിശദീകരണ കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് സ്വദേശത്തും വിദേശത്തും തനിക്ക് യാതൊരു ബിസിനസ്സും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതി നൽകാം. രമ്യ ഹർമ്മം നിർമ്മിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണമായി ഉന്നയിച്ചത്. കൊട്ടാര സദൃശ്യമായ രമ്യ ഹർമ്മം നിർമ്മിച്ചു എന്നതാണ് ആരോപണം. അത് വസ്തുതാ വിരുദ്ധമാണ്. 13 വർഷമായി ദുബായിൽ ജോലി ചെയ്യുകയാണ്. 13 വർഷമായി പ്രവാസിയാണ്. തൊഴിൽ ചെയ്ത് സമ്പാദിച്ച തുക ഉപയോഗിച്ചാണ് ഒരു വീട് നിർമ്മിച്ചത്. ഒരു സാധാരണ വീടാണ്, അതൊരു രമ്യ ഹർമ്മയമല്ല. കുടുംബാംഗങ്ങൾ സഹായം നൽകി, മാതാവും പിതാവും ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ നൽകി. അതിൽ സ്ഥിര നിക്ഷേപമായി ബാങ്കിലുണ്ടായിരുന്ന തുകയിൽ നിന്ന് ലോൺ അനുവദിക്കുകയും ഒപ്പം ബാങ്കിലെ ജോലിക്ക് ശേഷം പിരിഞ്ഞപ്പോൾ കിട്ടിയ തുകയിൽ നിന്നൊരു തുക അനുവദിക്കുകയുമാണ് ചെയ്തത്. ഭൂമി നൽകിയത് കുടുംബ വീട്ടിൽ നിന്ന് ഷെയർ കിട്ടിയ സ്ഥലമാണ് ലഭിച്ചത്. ഒരു CPIM നേതാവിന്റെ മകൻ എന്ന നിലയ്ക്ക് തനിക്കെതിരെ നുണകൾ പടച്ചുവിടുകയാണ് എന്നുകൂടി പരാമർശിക്കുന്നുണ്ട്. ഒപ്പം വളരെ ശ്രദ്ധേയമായ കാര്യം, താൻ തന്റെ വീടിനെ കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ഈ പോസ്റ്റിന് ആവശ്യമില്ല എന്നൊരു കൗതുകകരമായ പരാമർശം കൂടി ഇതിലുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായൊക്കെ ജെയിൻ രാജിന് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണം, രാഷ്ട്രീയ ആരോപണമൊക്കെ സജീവമായിരുന്നു. മനു തോമസിന്റെ പരാമർശങ്ങളിലും സമാന വിമർശനം ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അതിന്മേൽ ജെയിൻ രാജ് വക്കീൽ നോട്ടീസ് മനു തോമസിന് അയക്കുന്ന സാഹചര്യവും ഒക്കെ വന്നിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ആരോപണങ്ങളിൽ വിവാദത്തിലൊക്കെ CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ കേന്ദ്രബിന്ദുവായി, ഒപ്പം P ജയരാജന്റെ മകൻ കൂടി ഈ വിവാദങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ജെയിൻ രാജ് ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പുമായി രംഗത്ത് വന്നത്. പാർട്ടി വിട്ട
മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന് രണ്ടിനും കൂടി ചേർത്താണ് ഇപ്പോൾ ജെയിൻ രാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുന്നത് എന്ന് ഇത് വായിച്ചാൽ നമുക്ക് വ്യക്തമാകും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കായംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി. CPM പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രേംജിത്തിനെതിരെയാണ് പരാതി. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് പരാതിക്കാരി ആരോപിച്ചു. പരാതി വ്യാജമെന്നാണ് പ്രേംജിത്തിന്റെ പ്രതികരണം. പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതിക്കാരി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേംജിത്ത് നിരന്തരം നിർബന്ധിച്ചെന്നും ചൂഷണത്തെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും യുവതി. പിന്നീട് കണക്ക് ശരിയാക്കാൻ എന്ന പേരിൽ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പൂട്ടിയിട്ടു. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ മർദ്ദിച്ചു, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ഞാൻ 10-ാം തീയതിയാണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് പോയത്. അന്ന് പുള്ളിക്കാരൻ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ച് അത് എതിർത്തതിനെ തുടർന്ന് പുള്ളിക്കാരൻ എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്നും എൻ്റെ വീട്ടുകാരെ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് മറ്റാരെങ്കിലോടും പറയുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എന്നെ വെട്ടിക്കൊന്ന് കുറ്റിക്കാട്ടി കൊണ്ട് തള്ളുവെന്നാണ് പറഞ്ഞത്. തന്റെ മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നും യുവതി ആരോപിക്കുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പ്രകാരം തന്നെയാണ് കേസെടുത്തതെന്ന് കരിയിലക്കുളങ്ങര CI വിശദീകരിക്കുന്നു. പ്രേംജിത്തും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ പണമിടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ്. തനിക്കെതിരായ പരാതി വ്യാജമെന്ന് പ്രേംജിത്തും പ്രതികരിച്ചു. 24 ആലപ്പുഴ. പത്തനംതിട്ട തിരുവല്ലയിലെ CPM പ്രാദേശിക നേതാവ് CC സജിമോനെതിരായ പീഡനാരോപണം തള്ളി കേസിൽ ഉൾപ്പെട്ട യുവതി തന്നെ രംഗത്തെത്തി. തന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ലെന്നും തന്റെ കുഞ്ഞിന്റെ പിതാവ് സജിമോൻ അല്ലെന്നും യുവതി 24-നോട് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറാണ് കേസിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു. എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞ്. എനിക്ക് എന്റെ ഭർത്താവ് നിലവിലുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല, എന്റെ ഭർത്താവ് എന്റെ കൂടുണ്ട്. എന്നെ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികൾ ഇന്നും കാണുമ്പോൾ കണ്ടാ വിളിക്കും, ചിരിക്കും, സംസാരിക്കുമ്പോൾ. പക്ഷെ അവരതൊക്കെ വിഷയങ്ങളാക്കി എടുത്ത് മാറ്റുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. 2017 വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന കേസിലാണ് CPM തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോൻ പ്രതിയായത്. യുവതിയുടെ സഹോദരനാണ് പരാതി നൽകിയത്. എന്നാൽ സജിമോനെ പിന്തുണച്ച് യുവതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ സജിമോനെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ല, സഹോദരന്റെ പരാതി എന്തെന്നറിയില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാറും തന്റെ സഹോദരനും സുഹൃത്തുക്കളാണെന്നും ഇവർക്ക് സജിമോനോടുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായും യുവതി. പാർട്ടി സഹോദരൻ ഒത്തിരി കൂട്ടുകാരുണ്ട്. അത് സജിമോന്റെ ശത്രുക്കളായിരിക്കും, മിത്രങ്ങളായിരിക്കും. അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അതുകൊണ്ട് സഹോദരൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ അറിയില്ല. CPIM സംസ്ഥാന സെക്രട്ടറിയെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചിരുന്നുവെന്നും ഇനിയും തന്നെ ഈ കേസിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടിയെന്നും യുവതി 24-നോട് പറഞ്ഞു. പീഡനക്കേസ് പ്രതിയായ സജിമോനെ CPIM തിരിച്ചെടുത്തത് വിവാദമായ സാഹചര്യത്തിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. സഞ്ജയ് ഹിബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിൽ കയ്യാങ്കളി. ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. സംഘർഷത്തിൽ പരിക്കേറ്റ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. SFI പ്രവർത്തകരും കോളേജ് അധികൃതരും ഏറ്റുമുട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ മർദ്ദിച്ചെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. പരിക്കേറ്റ SFI ഏരിയ പ്രസിഡന്റ് BR അഭിനവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രിൻസിപ്പൾ അവരുടെ പേപ്പർ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഇവിടെ ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ വേണ്ടി പോയ സാഹചര്യം പ്രിൻസിപ്പളിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരാ വന്ന് സംസാരിക്കുക, ഗുണ്ടകളാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെവിക്ക് അടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പ്രിൻസിപ്പൽ ആരോപിച്ചു. പുറത്തുനിന്നുള്ള ഒരു 10-15 ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ കോളേജിൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഇടും, ബലമായിട്ട് തന്നെ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള വിവരം അഡ്മിഷന് വരുന്ന പാരന്റ്സിന് കൊടുക്കാൻ പാടില്ല. കൈ ഉയർത്തി എന്നെ അടിക്കാൻ വന്നപ്പോൾ എന്റെ 2-3 അധ്യാപകർ അവിടെ ഉണ്ടായിട്ട് അവർ പറഞ്ഞു പ്രിൻസിപ്പളിനെ തല്ലരുതെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ മർദ്ദിച്ചെന്ന് കാട്ടി SFI പ്രവർത്തകർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. 24 കോഴിക്കോട്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിൽ മേധ പട്കർക്ക് തടവ് ശിക്ഷ. 5 മാസം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ഡൽഹി സാകേത് കോടതി വിധിച്ചത്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മേധ പറഞ്ഞു. 13 വർഷം മുമ്പ് VK സക്സേന നൽകിയ കേസിലാണ് ഡൽഹി സാകേത് കോടതിയിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കറിനെതിരെ വിധിയുണ്ടായത്.
മേധാ പട്കറിന്റെ പരാമർശങ്ങൾ സക്സേനയുടെ പ്രതിച്ഛായക്ക് കളങ്കമേൽപ്പിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു. സക്സേനയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. മേധാ പട്കറിന്റെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്താണ് 2 വർഷത്തെ തടവ് വിധിക്കാത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സത്യത്തെ ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ലെന്നും താൻ ആരെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മേധാ പട്കർ പ്രതികരിച്ചു. സത്യ പരാജിत नहीं होता है. हम लोग जो कार्य कर रहे हैं वो कार्य हमारी दृष्टि से दलितों, आदिवासियों, गरीबों के लिए है और इसलिए हम विकास के नाम पर विनाश, विस्थापन, विषमता नहीं चाहते हैं. വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സാവകാശവും കോടതി മേധാ പട്കറിന് നൽകി. TV ചാനലുകളിൽ അപകീർത്തികരമായ ആരോപണം ഉന്നയിക്കുകയും പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തെന്ന് ആരോപിച്ചാണ് മേധാ പട്കറിനെതിരെ VK സക്സേന മാനനഷ്ട കേസ് നൽകിയത്. 24 ഡൽഹി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.